ഉണ്ണിമുകുന്ദൻ, ശശികുമാർ, സൂരി സ്റ്റാർ ഗരുഡൻ, പ്രൊഡ്യൂസ് ബൈ വെട്രിമാരൻ, സ്റ്റോറി ഓൾസോ ബൈ വെട്രിമാരൻ കണ്ടു. കിടിലൻ പടം തന്നെയായിരുന്നു, വെരി എൻഗേജിങ്. ഒരു ടിപ്പിക്കൽ തമിഴ് പടം തന്നെയുള്ളൂ. നമ്മൾ കണ്ടു മടുത്തൊരു സംഭവം, 3 പേരുടെ ഫ്രണ്ട്ഷിപ്പ്, അതിനുശേഷം അവരുടെ ഇടയിലുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ, പവറിന് വേണ്ടി. പ്രിഡിക്റ്റബിൾ ആണേ പോലും വളരെ കലക്കനായിട്ട് എഴുതിയിട്ടുണ്ട്. അതും ബൈ ഡയറക്ടർ RS ദുരൈ സെന്തിൽകുമാർ, റൈറ്റർ ഓഫ് വിടുതലൈ. എസ്പെഷ്യലി ക്യാരക്ടറൈസേഷൻ അത് വളരെ ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ആ റൈറ്ററിന് നമ്മളെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിലെ ക്യാരക്ടേഴ്സിന്, എസ്പെഷ്യലി സൂര്യയുടെ ക്യാരക്ടറായ ചൊക്കനെയും ശശികുമാർ ക്യാരക്ടറായ ആദിനെയും. അതല്ലാണ്ടും ഇതിലെ സിറ്റുവേഷൻസും സീക്വൻസസും ഫീമെയിൽ ക്യാരക്ടേഴ്സിനും എല്ലാം വളരെ നല്ല ഫ്ലോയിൽ തന്നെ എഴുതി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് RS ദുരൈ സെന്തിൽകുമാർ. അത് വളരെ രസമായിട്ട് തോന്നി. ഇന്റർവൽ ബ്ലോക്ക് പൊളിച്ചു. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന വേറെ ഒന്നായിരിക്കും, പക്ഷെ കാണിക്കുന്ന വേറെ ഒന്നായിരിക്കും. അവിടെ മുതൽ സൂര്യയുടെ ക്യാരക്ടറെ ചൊക്കനായിരിക്കും നമ്മൾ ടിൽ ദി എൻഡ് കൊണ്ടുപോകണം. അത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. സുരി അതേപോലെ തന്നെ വളരെ ഗംഭീരമായി തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലായിരുന്നു. ആ ഒരു ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് തോന്നി. വീണ്ടും ഇങ്ങനെ ഗരുഡൻ, വിടുതലെ പോലെ സിനിമകൾ നമ്മളെ കാണിച്ച് ഞെട്ടിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. സൂര്യയുടെ കൂടെ തന്നെ ഉണ്ണിമുകുന്ദൻ കിടില അഭിനയിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി ദേഷ്യപ്പെടുന്ന സീക്വൻസസ് ഒക്കെ. ഉണ്ണിമുകുന്ദൻ തന്നെ ഡബിങ്ങിന്റെ കാര്യം ഏറ്റെടുത്തുകൊണ്ട് അത് വളരെ നല്ല കാര്യം എടുത്തെന്ന് തോന്നി. ശശികുമാർ വളരെ നല്ല ഗ്രേസ്ഫുൾ പെർഫോമൻസ് തന്നെയായിരുന്നു. ഇവരുടെ 3 പേരും തന്നെ ശിവതയ്ക്ക് നല്ല ഇമ്പോർട്ടൻ്റ് റോൾ തന്നെയായിരുന്നു. അത് വളരെ ഐശ്വര്യമായിട്ടും വളരെ ഇമോഷണലി പാക്ഡ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. റോഷ്നി ഹരിപ്രിയൻ, രേവതി ശർമ്മ ഇവരും വളരെ നന്നായിരുന്നു. സമുദ്രക്ക് ഇനി ഒരു ആസ് യൂഷ്വൽ റോൾ തന്നെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള റോളായിട്ട് കമ്പയർ ആണെങ്കിൽ ഭയങ്കര ഫോർഗറ്റബിൾ ആയിട്ട് തന്നെ തോന്നി. ചൊക്കന്റെയും മിനാരസിയുടെയും ആ ഒരു റൊമാൻറ്റിക് പോർഷൻസും മൊമെന്റ്സും അത് വളരെ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ചൊക്കൻ, ആദി, കരുണാകരൻ ഇവരുടെ 3 പേരുടെ ആ ഒരു ബോണ്ടിങ്ങും ആ ഒരു കെമിസ്ട്രിയും വളരെ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു സ്ക്രീനിൽ. മ്യൂസിക് ബൈ യുവൻ ശങ്കർ രാജ. സോങ്സ് ഫോർഗറ്റബിൾ ആണെങ്കിലും നന്നായി തന്നെ ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ മൂവിയായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. എഡിറ്റിംഗ് നന്നായിരുന്നു. സിനിമാറ്റോഗ്രഫിയും വളരെ ഡീസൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. ആ ഒരു ഫ്ലോ കിട്ടിയിട്ടുണ്ട്. എടുത്തു പറയുന്നത് ആക്ഷൻ സീക്വൻസ് ആയിരുന്നു. വളരെ അടിപൊളി തന്നെ ആക്ഷൻ സീക്വൻസ് കിടിലായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഈച്ച് ആൻഡ് എവറി ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും അതിൽ നന്നായിട്ട് തന്നെ സൂര്യ നന്നായിട്ട് എഫേർട്ട് ഇടുന്നത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി നെഗറ്റീവ്സിലോട്ട് കടക്കുവാണെങ്കിൽ ഇനി ക്ലൈമാക്സ് ആണ് അത്യാവശ്യം ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഡൗൺ ആയിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര റഷ്ഡ് ആയിട്ട് തോന്നി. ഭയങ്കര ഡ്രാമ അതിൽ നടക്കുന്നുണ്ടെങ്കിലും ഒട്ടും അങ്ങോട്ട് എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തില്ല. സെക്കൻഡ് ഹാഫും അത്യാവശ്യം കുറച്ച് മെലോ ഡ്രാമ ഉണ്ടെങ്കിലും കുറച്ച് മീഡിയം റേഞ്ച് പിടിച്ചാൽ മതിയായിരുന്നു എന്ന് ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ ഓവറോൾ നോക്കുവാണെങ്കിലും ഒരു വളരെ എൻഗേജിങ് ടെയിൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് പവർ തന്നെയാണ് ഗരുഡൻ.